കേരളത്തെ നടുക്കി വീണ്ടും ഗാർഹിക പീഡന മരണം. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശിന് അതുല്യയെ ഭർത്താവ് കൊന്നതെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. മകൾ ഒരിക്കലും ജീവനൊടുക്കില്ലെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള പറഞ്ഞു. ഭർത്താവിൽ നിന്ന് നിരന്തരം ക്രൂര പീഡനങ്ങൾ നേരിട്ടെന്ന് അമ്മ ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. അതിനിടെ അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഭർത്താവ് സതീഷ് ശങ്കർ രംഗത്തെത്തി. ഭാര്യയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് സതീഷ് സമ്മതിച്ചു. സതീഷിനെതിരെ കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. മരിക്കുന്നതിന് മുൻപ് അതുല്യ സുഹൃത്തിനയച്ച സന്ദേശമാണിത്. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഭർത്താവിൽ നിന്നേറ്റ ഹീനപീഡനങ്ങൾ ശബ്ദ സന്ദേശത്തിൽ അതുല്യ വിവരിക്കുന്നു. ഫോണിൽ അമ്മയോട് സംസാരിച്ചത് ഉറക്കത്തിന് അലോസരമുണ്ടാക്കിയെന്നാരോപിച്ചായിരുന്നു അക്രമം. സതീഷ് ശങ്കർ മദ്യപിച്ചു ഭാര്യ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും മർദ്ദനമേറ്റ അതുല്യയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കത്തിയുമായി നിൽക്കുന്ന സതീഷ് അതുല്യയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ദൃശ്യങ്ങളിൽ. പീഡന വിവരം അറിയണമെന്ന ഉദ്ദേശത്തോടെ അതുല്യ ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിരുന്നു. മരിച്ചെന്ന് കേട്ടാൽ തന്നെ തല്ലിക്കൊന്നുവെന്ന് കരുതണമെന്ന് അതുല്യ പറഞ്ഞിരുന്നതായി അമ്മ ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. കുഞ്ഞിനോട് അത്രയ്ക്ക് സ്നേഹം അവളെന്ന് പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അമ്മ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. ആത്മഹത്യ അഥവാ ഞാൻ മരിക്കുവാണെങ്കിൽ അയാൾ എന്നെ കൊന്നെന്ന് ഓർത്തോണമെന്ന്. അത് നമുക്ക് പൂർണ്ണ വിശ്വാസം അതുകൊണ്ടുണ്ട്. മകൾ ഒരിക്കലും ജീവനൊടുക്കില്ലെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ളയും. എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനോട് അത്ര ഒരു ഇൻറ്റിമസി ഉള്ള മോളാണ്. നമുക്ക് അതിനകത്ത് വളരെ ദുരൂഹമായ സാഹചര്യമുള്ളൂ. എന്താണെന്നുള്ള അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ടിവിയിൽ കണ്ടപ്പോഴാണ് മകന്റെ ക്രൂരത ബോധ്യപ്പെട്ടതെന്ന് സതീഷിന്റെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചെയ്ത തെറ്റിന് മകൻ ശിക്ഷ അനുഭവിക്കണമെന്നും അമ്മ വ്യക്തമാക്കി. പിന്നെ എന്തോ നടന്നേന്ന് അവിടെ ഉള്ള അവർക്ക് രണ്ടുപേർക്ക് ഒരാൾ പോയി ഒരാൾക്കറിയാം. പിന്നെ അവനെ ശിക്ഷിക്കട്ടെ, അവനെ ശിക്ഷിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധമോ എനിക്കൊരിതുമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ശിക്ഷ മേടിക്കണം. പിറന്നാൾ ദിനത്തിലാണ് അതുല്യയുടെ വേർപാട്. വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. സംശയരോഗിയായ സതീഷ് ഭാര്യയെ ഫ്ളാറ്റിനുള്ളിൽ പൂട്ടിയിട്ട ശേഷമാണ് ജോലിക്ക് പോയിരുന്നതെന്ന് ബന്ധുക്കൾ കുറ്റപ്പെടുത്തി. അതിനിടെ അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് സതീഷ് രംഗത്തെത്തി. അതുല്യെ ഉപദ്രവിക്കാറുണ്ടെന്ന് സമ്മതിച്ച സതീഷ് തന്റെ അനുവാദമില്ലാതെ ഗർഭചിത്രം നടത്തിയെന്നും ആരോപിച്ചു. എനിക്കൊരു വീഡിയോ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പോകുമെന്നും പറഞ്ഞ് ഫാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഓടി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ ഡോർ ഓപ്പൺ ആയി. ഇവിടുത്തെ ഡോർ ഓപ്പൺ ആണ്. പക്ഷെ വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു. ആ ലെവലിലാണ് ഞാൻ കാണുന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബം നൽകിയ പരാതിയിൽ ചവറ പോലീസ് സതീഷ് ശങ്കറിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. അതുല്യ സഹോദരിക്കയച്ച ദൃശ്യങ്ങളും പോലീസിന് കൈമാറി. ഏതാനും ദിവസം മുൻപാണ് കൊല്ലം സ്വദേശി വിപഞ്ചികയെ ദുരൂഹ സാഹചര്യത്തിൽ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിപഞ്ചികയുടെ മൃതശരീരം നാട്ടിലെത്തിക്കുന്നതിന് മുൻപാണ് അടുത്ത വാർത്തയും പുറത്തുവന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.